ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തുടരുകയാണ്. ബീഹാറിൽ 40ഓളം ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ 13 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ മരിച്ചു. 7 സുരക്ഷാ ഉദ്യോഗസ്ഥരും 5 ഹോം ഗാർഡുകളുമാണ് മരിച്ചത്. സൂര്യാഘാതമേറ്റ് 20ഓളം പേർ ആശുപത്രിയിലായി എന്ന വിവരവും വരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ ബൽറാം. ഉഷ്ണതരംഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ആഘാതം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലാണ് വലിയ തോതിൽ തന്നെ ഇത് ബാധിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 2 ജില്ലകളിലായി 15 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഉഷ്ണതരംഗത്തെ തുടർന്ന്. 4 തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ച ഉദ്യോഗസ്ഥരാണ് കടുത്ത ചൂടിനെ തുടർന്ന് സൂര്യാഘാതമേറ്റ് മരിച്ചത്. ഇതിൽ 13 പേർ ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഇതിൽ 5 ഹോം ഗാർഡുകൾ അടക്കം 7 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ തന്നെ സോൻഭദ്ര ജില്ലയിൽ 2 പോളിംഗ് ഉദ്യോഗസ്ഥരും മരിച്ചിരിക്കുന്നു. 12ഓളം പേർ സോൻഭദ്രയിലും 20ഓളം പേർ മിർസാപൂരിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സൂര്യാഘാതത്തെ തുടർന്ന്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ സൂര്യാഘാതത്തെ തുടർന്ന് നൽകിയിരുന്നു. പ്രധാനമായും നേരിട്ട സൂര്യപ്രകാശം ഏൽക്കാത്ത തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കണം എന്നതടക്കം. എന്നാൽ സുരക്ഷാ ഡ്യൂട്ടിക്കായി വിന്യസിച്ച പശ്ചാത്തലത്തിൽ ഇതൊന്നും പാലിക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടാതെ താപനില 48 ഡിഗ്രിയോ അതിനു മുകളിലോ ഉയർന്ന ഒരു പശ്ചാത്തലത്തിലുമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.